ഞാൻ ഈ ഒരു സ്റ്റെപ്പ് പോയി നോക്കുന്ന സമയത്ത് വേറൊരു സംഭവം കാണാനുണ്ട്. എന്താണ് സ്റ്റെപ്പിന്റെ നടുക്കിൽ ഒരു ഊഞ്ഞാൽ. ലാലി ലാലി ലേ ലാലി ആ പാട്ടറിയോ? ആ പാട്ടില് ശ്വേത മേനൻ ഇരുന്ന് പാടുന്ന ഊഞ്ഞാലാണിത്. ഓക്കെ, അത് ഇവിടെ ഈ സ്ഥലത്താണ്. ഈ ഊഞ്ഞാലിൽ തന്നെയാണ്. ഈ ഊഞ്ഞാല് അവര് ഇവിടുന്ന് ഞങ്ങള് മേടിച്ചു. അപ്പൊ അവരിത് വന്ന് കണ്ടപ്പോ അവരൊന്ന് എടുത്തിട്ട് പോയി. ഈ ഊഞ്ഞാൽ ആ ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോയി. ആ സമയത്ത് അപ്പൊ ഇങ്ങനത്തെ ഊഞ്ഞാൽ വേറെ എവിടെ ഉണ്ടായിരുന്നില്ല? അതറിയില്ല, ചിലപ്പോ ഉണ്ടായിരുന്നില്ലായിരിക്കും. അവര് ഈ ഊഞ്ഞാല കടയിൽ ആക്ച്വലി കണ്ടുവച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ അത് മേടിച്ചുകൊണ്ട് വന്നു. പിറ്റേ ദിവസം അത് അന്വേഷിച്ച് ഇവിടെ ആൾക്കാർ വന്നു. ഓ, ഇത്ര ഡിമാൻഡ് ഉള്ള ഒരു ഊഞ്ഞാലാണ്. ഇത് ഓപ്ഷൻ വെക്കുന്നുണ്ടോ? അതെ, അല്ല, ശ്വേതാമേനായിട്ട് ഞങ്ങൾക്ക് വേറൊരു ബന്ധമുണ്ടല്ലോ. ഓക്കെ, അതെ, നമ്മുടെ ആങ്കർ ആയിരുന്നു. അതെ, ഇപ്പോഴും എങ്ങനെയുണ്ട് ആ ഒരു കണക്ഷൻ? ശരിക്കും നല്ല ബന്ധമുണ്ട്. ശ്വേതാൻ ആ കാര്യത്തിലൊക്കെ പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും. ഇപ്പോഴും അതില് നമ്മൾ എന്ത് ലൈക്ക് പോസ്റ്റ് ചെയ്താലും അതിന് ഉടനെ എന്തെങ്കിലും ഒരു കമന്റ് ഇടും ശ്വേതാജി. അപ്പൊ ശരിക്കും നമുക്ക് തോന്നും ശരിക്കും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ നമ്മളിടുന്ന ഓരോന്നിനും. നിങ്ങൾ 4 ആൺമക്കള്. ഇത് 4 ആൺമക്കള്, 5 പെൺമക്കള്, ഇത് അമ്മ. അപ്പൊ അപ്പച്ചൻ മരിച്ചിട്ട് ഒരു കൊല്ലം എടുത്തൊരു ഫോട്ടോ ആണത്. ഓക്കെ, ഇപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും ഉണ്ട്. എല്ലാരും ഇവിടെയാണോ? നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ 4 ആൺമക്കളും ഈ പരിസര പ്രദേശത്താണ് വീട്. ഓക്കെ, ഒന്ന് വിളിച്ചാ അപ്പൊ അടുത്തടുത്താണ്. ഓക്കെ, അപ്പൊ ഈ മേലെ നമുക്ക് ഒരു റൂമും കൂടെ ഉണ്ട്. ആ റൂമിന്റെ ഒരു കഥ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? റൂം കാണിച്ചു തന്നിട്ട് പറയാം. ചേച്ചി ഓടുന്ന ഉഷാറില്ലേ? സോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഐ മീൻ ഫസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴുള്ള ബെഡ്റൂമാണ്. ഹണിമൂൺ സ്വീറ്റ്സ്. ഓക്കെ, ചേട്ടന് ഈ റൂമാണ് ഏറ്റവും ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ഞങ്ങളെ 11:30 എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വലിയ DJ പരിപാടിയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് അന്ന് ഇവിടെ ഭയങ്കര DJ ഒക്കെ വെച്ച് അവർ ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങളെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 11:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി ഈ മുറിയിലാണ് മൂന്നാക്കിയത്. വേറെ ഏത് മുറിയിലാണെങ്കിലും അത് പറ്റില്ലായിരുന്നു. ഈ മുറിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഇവര് തന്നെ എവിടെ കുട്ടി മുട്ടൻസ്. അപ്പൊ ഈ ഇവരുടെ ഓർമ്മകൾ ഇവിടെ നിന്നാണല്ലേ? ഇവരുടെ അല്ല, ഞങ്ങളുടെ ഓർമ്മകൾ. ഇവര് ഓർമ്മ വെച്ചാലത്ത് താഴത്തേക്ക് ഇറങ്ങി. ചേച്ചി സത്യം പറയാലോ, നമ്മളാ റിയാലിറ്റി ഷോ കാണുമ്പോഴും ഇതേപോലെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? ലൈക്ക് ഒരു 1 വേർഡിൽ പറയാൻ പറഞ്ഞെന്ന് പറയും. ഇതൊക്കെയാണ് കോൺസെപ്റ്റ് കൂടുതൽ. എനിക്കോ? ഇതാ പറഞ്ഞോളൂ.